Hello dear students, welcome back to Instrumentation classes. നമ്മൾ MCQ ഡിസ്കഷൻ്റെ 7th ക്ലാസ് ആണിത്. 241 ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് 242. A set of reading has a wide range and therefore it has. ഇപ്പോൾ a set of readings ഉണ്ട്. ഇപ്പോൾ റീഡിങ്ങിൻ്റെ ഒരു സെറ്റാണ് ലൈക്ക് 10, 6, 3, 2 ഇങ്ങനെയുള്ള സെറ്റ് ഓഫ് റീഡിംഗ് ആണ്. അതിന് വൈഡ് റേഞ്ചസ് ആണുള്ളത്. അതിൻ്റെ റേഞ്ച് വളരെ വൈഡാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ഏറ്റവും മിനിമം വാല്യൂ ഹൈഫൺ കിട്ടിയതിലെ മാക്സിമം വാല്യൂ ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ എന്ത് പറയുക, റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഞ്ച് വളരെ വൈഡാണ് എഴുതിയിരിക്കുന്ന പോലെ. ഇപ്പോൾ ഷോർട്ട് റേഞ്ച് ആണെങ്കിൽ നമുക്ക് ഇതെങ്ങനെ എഴുതാം, 9 to 10 ഒരു ഷോർട്ട് റേഞ്ച് ആണ് അല്ലേ. അപ്പോൾ ഇത് വൈഡാണ്, അപ്പോൾ വൈഡ് റേഞ്ച് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഹാസ് ലോ ആക്യുറസി, ലോ പ്രിസിഷൻ, വൈഡ് ഡിസ്ക്രിമിനേഷൻ, വൈഡ് റെസൊല്യൂഷൻ. ഇതിൽ നമുക്ക് ഓപ്ഷൻ ഡിയും ഓപ്ഷൻ സിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനിയുള്ളത് ലോ ആക്യുറസിയും ലോ പ്രിസിഷനുമാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ആക്യുറസി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 2 പാരാമീറ്റേഴ്സ് ആവശ്യമാണ് അല്ലേ. ഒന്ന് നമുക്ക് ആക്ച്വൽ വാല്യൂ അറിയണം. രണ്ടാമത്തത് മെഷേർഡ് വാല്യൂ അറിയണം. പക്ഷെ പ്രിസിഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു സെറ്റ് ഓഫ് റീഡിങ്സ് മതി. സെറ്റ് ഓഫ് റീഡിങ്സ് അല്ലെങ്കിൽ മെഷേർഡ് റീഡിങ്സ് തന്നെ മതി. അത് ഒന്നിലധികം വേണമെന്ന് മാത്രം. ആക്യുറസി കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടത് ഒറ്റ റീഡിങ്ങിൽ നമുക്ക് ആക്യുറസി കണ്ടുപിടിക്കാം. പക്ഷേ ഒന്നിലധികം റീഡിങ്സ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പ്രിസിഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഉത്തരം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. എന്താണ് അതിന് പ്രിസിഷൻ കുറവായതുകൊണ്ടാണ് വൈഡ് റേഞ്ച് വരുന്നത്. ഓക്കെ, വൈഡ് റേഞ്ച് വരുന്നു. ഇപ്പോൾ ഇതിന് നോർമലി പ്രിസിഷൻ കാണുന്നത് ഇപ്പോൾ 2 മുതൽ 10 വരെ നമ്മൾ എഴുതിയിരിക്കുന്ന സെറ്റിൻ്റെ പ്രിസിഷൻ നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ ആവറേജ് എടുക്കുക, 10 + 6 + 3 + 2/4 എടുക്കുക. ഓക്കെ, അപ്പോൾ കിട്ടുന്ന വാല്യൂ ഇതിൻ്റെ ആവറേജ് വാല്യൂ ആണ് അല്ലേ. ഇപ്പോൾ പ്രിസിഷൻ കാണാൻ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേക റീഡിങ്ങിൻ്റെ പ്രിസിഷനാണ് നമുക്ക് കാണേണ്ടത്. സപ്പോസ് നമുക്ക് 3rd എന്ന് പറയുന്ന വാല്യൂവിൻ്റെ പ്രിസിഷനാണ് കാണണമെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. 3 - ഇതിൻ്റെ ആവറേജ് ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ഇൻറ്റു 100. ഇതാണ് 3rd റീഡിങ്ങിൻ്റെ പ്രിസിഷൻ. അങ്ങനെ ഓരോ റീഡിങ്ങിനും നമുക്ക് അതിൻ്റെ കൃത്യത നമുക്ക് പ്രിസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്, ലോ പ്രിസിഷനാണ്. മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Uncertainty distribution is used to analyze. Uncertainty distribution is used to analyze A. Single sample data, B. multi-sample data, both A and B. Uncertainty distribution ഉപയോഗിച്ച് നമുക്ക് മൾട്ടി സാമ്പിൾ ഡാറ്റയും അനലൈസ് ചെയ്യാൻ പറ്റും, സിംഗിൾ സാമ്പിൾ ഡാറ്റയും അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. A quantity having a definite repeating time cycle for its magnitude is called. A quantity having a definite എന്ന് പറയുന്ന വേർഡിലാണ് ഡെഫിനറ്റ് റിപ്പീറ്റിംഗ് ടൈം സൈക്കിൾ ഫോർ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് പീരിയോഡിക് ആണോ, സ്റ്റഡി സ്റ്റേറ്റ് പീരിയോഡിക് ആണോ, ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് പീരിയോഡിക് ആണോ, എയ്തർ എ ഓർ സി ആണോ. റിപ്പീറ്റിംഗ് ആണ് അല്ലേ. സോ വി ക്യാൻ ഗോ ഫോർ പീരിയോഡിക്, റൈറ്റ്. അപ്പോൾ ഇവിടെ പിന്നെ 2 ഓപ്ഷൻ ഉള്ളത് ട്രാൻസിയൻ്റ് ആണോ സ്റ്റഡി സ്റ്റേറ്റ് ആണെന്നാണ്. അപ്പോൾ ഡെഫിനറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ് എന്ന് പറയുന്ന വേർഡ് വരുന്നതുകൊണ്ട് വി ക്യാൻ ഗോ ഫോർ ദ ആൻസർ ഓപ്ഷൻ എ, സ്റ്റഡി സ്റ്റേറ്റ് പീരിയോഡിക്. അടുത്ത ക്വസ്റ്റ്യൻ. ഡൈനാമിക് റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്. ഡൈനാമിക് റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ഓൺലി, transient state response only, both A and B. Option D, steady state and transient frequency response. So we don't really care about the frequency response here. ഈ ഓപ്ഷൻ നമുക്ക് നളിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇത്തരത്തിൽ ഓസിലേറ്റ് ചെയ്ത് പിന്നെ സ്റ്റഡി സ്റ്റേറ്റ് അച്ചീവ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതാണ് ഈ 2 സ്റ്റേറ്റുകൾ, സ്റ്റഡി സ്റ്റേറ്റും അതേപോലെ തന്നെ ഈ ഒരു ഏരിയ ആണ് സ്റ്റഡി സ്റ്റേറ്റ്. അപ്പോൾ അതും പിന്നെ ട്രാൻസിയൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താണ് ആക്ച്വലി ഇതിൻ്റെ ഡൈനാമിക് റെസ്പോൺസ് എന്ന് പറയുന്നത്.
സോ അതുകൊണ്ട് ഇവിടെ ആൻസർ രണ്ടും വരുന്നതുകൊണ്ട് ബോത്ത് എ ആൻഡ് ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഡിസൈറബിൾ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെഷർമെൻറ്റ് സിസ്റ്റം ആർ. ഡിസൈറബിൾ ആണ്, വേണ്ടതാണ്. ഇതൊക്കെയായിരുന്നു ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഫിഡിലിറ്റി, സ്പീഡ് ഓഫ് റെസ്പോൺസ്, ഡൈനാമിക് എറർ, ലാഗ്, ഇത്രയായിരുന്നു. അപ്പോൾ ഫാസ്റ്റ് റെസ്പോൺസ് ആൻഡ് ഫിഡിലിറ്റി, ഫാസ്റ്റ് റെസ്പോൺസ് ആൻഡ് ഹൈ ഫിഡിലിറ്റി, ഓപ്ഷൻ 1. ഫാസ്റ്റ് റെസ്പോൺസ് ആൻഡ് ഡൈനാമിക് എറർ, ഫാസ്റ്റ് റെസ്പോൺസ് ആൻഡ് ഡൈനാമിക് എറർ. ഇവിടെ ഫാസ്റ്റ് റെസ്പോൺസ് ആൻഡ് ഫിഡിലിറ്റിയാണ്. അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി വേണ്ട കാര്യമാണ് അല്ലേ. അപ്പം ദിസ് ഇസ് ഡിസൈറബിൾ ആണ്. ഫാസ്റ്റ് റെസ്പോൺസ് ആൻഡ് ഡൈനാമിക് എറർ, ഇപ്പോൾ ഇവിടെ ആൻഡ് വരുന്നത് കൊണ്ട് ഇതിനെ രണ്ടും കൂടി എന്നുള്ള മീനിങ് വന്നതുകൊണ്ട് നമുക്കിതിനെ ക്യാൻസൽ ചെയ്യാം. ബിക്കോസ് ഡൈനാമിക് എറർ എന്തല്ല, ഡിസൈറബിൾ അല്ല. ഫിഡിലിറ്റി ആൻഡ് മെഷർമെൻറ്റ് ലാഗ്, ഈ മെഷറിംഗ് ലാഗ് എന്ന് പറയുന്നത് നോൺ ഡിസൈറബിൾ ആണ്. മെഷറിംഗ് ലാഗ് ഏറ്റവും ഒഴിവാക്കുകയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ഇതുമല്ല, അതുകൊണ്ട് ബോത്ത് ബി ആൻഡ് സിയും അല്ല. സോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഫാസ്റ്റ് റെസ്പോൺസ്, അതായത് ഹൈ സ്പീഡ് ഓഫ് റെസ്പോൺസ് ആൻഡ് ഫിഡിലിറ്റി ആണ് റൈറ്റ് ചോയ്സ്. A mass of 2 gram is suspended from a simple spring. The deflection cost is 5 mm. A natural frequency will be 2.2 Hz, 7 Hz, 22 Hz, 49 Hz. Natural frequency കാണാനുള്ള എക്സ്പ്രഷൻ we can write it. എന്താണ് ഫ്രീക്വൻസി? നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ n is equal to root of k divided by m ആണ്. സോ സിമ്പിൾ. റൂട്ട് k എത്രയാണ്? k ഇവിടെ 2.5 ആണ്, 2 ആണ് m. So what you will get? Hz വരും. ഇത് ആക്ച്വലി നമുക്കറിയാം റേഡിയൻ പെർ സെക്കൻഡിലേക്കാണ്. ഓക്കെ, ഇങ്ങനെ ഈ 5നെ കൺവേർട്ട് ചെയ്യണം. സോ ചെയ്ത് നോക്കിയാൽ മതി. ഓപ്ഷൻ ബി 7 Hz ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഓഫ് എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം. ഓക്കെ, സെക്കൻഡ് ഓർഡർ സിസ്റ്റമാണ്. ഈസ് 0.02. ബോത്ത് വിസ്കസ് ഫ്രിക്ഷൻ ആൻഡ് കോൺസ്റ്റൻറ്റ് both viscous friction constant and spring constant are doubled. Okay, ഡബിൾ ചെയ്തു. The steady state error will become, okay, ഇവിടെ വിസ്കസ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി, അത് ഡബിൾ ആയാലും ട്രിപ്പിൾ ആയാലും അതിൽ എന്ത് ചേഞ്ച് വന്നാലും സ്റ്റഡി സ്റ്റേറ്റ് എറർ വിൽ ബി അൺചേഞ്ച്ഡ് അല്ലേ. അതുകൊണ്ടാണല്ലോ അതിനെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ 0.02 ആണുള്ളതെങ്കിൽ 0.02 തന്നെയായിരിക്കും അതിൻ്റെ ഈ പാരാമീറ്റേഴ്സ് എല്ലാം ട്യൂൺ ചെയ്ത ശേഷം അതിന് കിട്ടുന്നത് 0.02 ആയിരിക്കും. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാംഡ് ഓസിലേഷൻ ഓഫ് എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഈസ് 18 റേഡിയൻ പെർ സെക്കൻഡ്. ദ വാല്യൂ ഓഫ് ഡാമ്പിംഗ് ഫാക്ടർ ഈസ് 0.866. ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ യെസ്. അപ്പം നമുക്ക് കാണേണ്ടത് എന്താണ്? നാച്ചുറൽ ഫ്രീക്വൻസിയാണ് കാണേണ്ടത്. തന്നിരിക്കുന്നത് എന്താണ്? ആക്ച്വലി തന്നിരിക്കുന്നത് ഡാംഡ് ഓസിലേഷൻ, ഡാംഡ് ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. എത്രയാണ് തന്നിരിക്കുന്നത്? 80. അപ്പോൾ ഇതിന് രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ടോ? ഉണ്ടല്ലേ. എന്തായിരുന്നു? ഒമേഗ ഡി ഇസ് ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ. അപ്പോൾ ഇതിൽ എങ്ങനെ വരും? 18 ഈസ് ഈക്വൽ ടു ഒമേഗ എൻ കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് 1 മൈനസ് 0.866 ഇതിൻ്റെ സ്ക്വയർ. അപ്പം ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ പീക്ക് ഓവർഷൂട്ട് ഓഫ് എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഈസ് 100%. 100% പീക്ക് ഓവർഷൂട്ടാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡാമ്പിംഗ് ഫാക്ടർ എത്രയായിരിക്കും? ഇപ്പോൾ ഡാമ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും ഓവർഷൂട്ട് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താണ് ഓവർഷൂട്ട്? നമ്മൾ ഇത്തരത്തിൽ ഒരു സെറ്റ് പോയിൻ്റ് വെച്ച് കഴിഞ്ഞാൽ
സിസ്റ്റം ഈ സെറ്റ് പോയിന്റ് ക്രോസ് ചെയ്ത് പോകുന്ന പോയിൻ്റാണ് ആക്ച്വലി എന്ത്, ഓവർഷൂട്ട് അല്ലേ. ഡാമ്പിങ് എന്ന് പറഞ്ഞാലോ ഇതെങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഡാമ്പായി വരുന്നതിനാണ് ഡാമ്പിങ് ഫാക്ടർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ 100% ഓവർഷൂട്ട് ആണെങ്കിൽ അതിൻ്റെ ഡാമ്പിങ് എത്രയായിരിക്കും? ഡെഫിനറ്റ്ലി 0 ആയിരിക്കും. ഡാമ്പിങ് ഉണ്ടാവില്ല. ആക്ച്വലി ആൻസർ ഈസ് നോ ഡാമ്പിങ്. നോ ഡാമ്പിങ് ആയതുകൊണ്ട് ഡാമ്പിങ് ഫാക്ടർ എത്രയായിരിക്കും? 0 എന്തായാലും വരില്ല. 0യുടെ അടുത്ത വാല്യൂ 0.0000 സംതിങ്. സോ 0 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ചെയ്യാൻ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് ഇവിടെ ചൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ ഈസ്. അപ്പോൾ എന്താണ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ? അപ്പോൾ നമുക്കൊരു ട്രാൻസ്ഡ്യൂസർ ഇവിടെ വരയ്ക്കാം. ഇവിടെ ഒരു ട്രാൻസ്ഡ്യൂസർ ടി ഇവിടെയുണ്ട്. അപ്പോൾ ഈ ടിക്ക് നമ്മൾ എക്സ് എന്ന് പറയുന്നൊരു ഇൻപുട്ട് നമ്മൾ കൊടുത്തു. അല്ലെ, എക്സ് എന്ന് പറയുന്നത് ഒരു ഫോമാണ്. ഇലക്ട്രിക്കൽ ആവാം, മെക്കാനിക്കൽ ആവാം, ന്യൂമാറ്റിക് ആവാം, എന്തെങ്കിലും ഒരു ഫോമാറ്റിലുള്ള ഫിസിക്കൽ ഫോമാറ്റിലുള്ള ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്തു. അത് ട്രാൻസ്ഡ്യൂസർ വൈ എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് അതിനെ ചേഞ്ച് ചെയ്ത് അത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തന്നു. ഓക്കെ, നൗ ഈ വൈ എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ നമ്മളിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇഫ് യു ഗിവ് വൈ ഹിയർ, ഔട്ട്പുട്ടായിട്ട് നമുക്ക് എക്സ് കിട്ടുകയാണെങ്കിൽ ആ ട്രാൻസ്ഡ്യൂസർ ഒരു ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസറിനാണ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രഷർ നമ്മൾ കൊടുത്തു, നമുക്ക് കറണ്ട് ഔട്ട്പുട്ട് കിട്ടി. ആ കറണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്തും കിട്ടണം? പ്രഷർ ഔട്ട്പുട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ എൽ വി ഡി ടി നോക്കാം. അപ്പോൾ എൽ വി ഡി ടി എന്താ ട്രാൻസ്ഡ്യൂസ് ചെയ്യുന്നത്? എൽ വി ഡി ടിയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു മൂവ്മെൻ്റ് ആണല്ലേ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. റൈറ്റ്, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എന്താക്കി കൊടുക്കുന്നു? വോൾട്ടേജ് ആക്കി കൊടുക്കുന്നു. ഈ വോൾട്ടേജ് തിരിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പൊട്ടൻഷ്യോമീറ്ററും അതേപോലെ തന്നെ. ബോത്ത് എ ആൻഡ് ബി ഡെഫിനറ്റ്ലി നോ. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ നോക്കുക, ഇതൊരു ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറാണ്. അത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൽ നമ്മൾ ഈ മുകളിലും താഴെയും നമ്മളൊരു സ്ട്രെസ് അപ്ലൈ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേരിയിങ് വൈബ്രേഷൻ എന്ന് പറയാം, വൈബ്രേഷൻ അല്ലെങ്കിൽ വി ക്യാൻ സേ ആക്സിലറേഷൻ നമ്മൾ അപ്ലൈ ആണെങ്കിൽ വളരെ മൈന്യൂട്ട് ഔട്ട്പുട്ട് നമുക്ക്, ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ മറ്റേ രണ്ട് സൈഡിൽ നിന്ന് കിട്ടും അല്ലേ. ഇനി നിങ്ങൾ ഇലക്ട്രിക്കൽ വോൾട്ടേജ് നിങ്ങൾ ഇതിന് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റൽ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. റൈറ്റ്, അപ്പോൾ ഇതാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ മൈക്രോ കൺട്രോളിലെല്ലാം നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്ന, ക്ലോക്ക് ജനറേറ്ററിൽ ഉപയോഗിക്കുന്ന എന്താണ്? അത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ആണ് അല്ലേ. വാച്ചിലൊക്കെ നമ്മൾ ക്വാർട്സ് ക്രിസ്റ്റൽസിൻ്റെ ഈ വൈബ്രേഷനാണ് നമ്മൾ മൂവ്മെൻ്റ് ആക്കി മാറ്റിയെടുക്കുന്നത്. അപ്പം ഇത് ഒരു ട്രാൻസ്ഡ്യൂസറായിട്ടും അതേപോലെ തന്നെ ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ക്രിസ്റ്റൽസ് ആണ് ഒരു ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ. അടുത്ത ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഈസ്. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിലേക്ക് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് ഇലക്ട്രിക്കലായിട്ട് കിട്ടും. ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കിട്ടും. ഇത്തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിനാണ് നമ്മളെന്ന് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചിരുന്നു തെർമോകപ്പിൾ അല്ലേ. തെർമോകപ്പിൾ നമ്മൾ ടെമ്പറേച്ചർ ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് ഡയറക്റ്റ്ലി അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇലക്ട്രിക്കൽ ഫോമിൽ കിട്ടും. അതുപോലെ പീസോ ഇലക്ട്രിക് എങ്ങനെയാണ്? ഇൻപുട്ട് വൈബ്രേഷൻ കൊടുത്താൽ ഔട്ട്പുട്ട് നമുക്ക് വോൾട്ടേജ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഫോട്ടോ എമിസീവ് സെല്ല് ഡെഫിനറ്റ്ലി അല്ല, പക്ഷേ ഫോട്ടോ വോൾട്ടായിക് സെൽ ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണ്. ഫോട്ടോ വോൾട്ടായിക് സെല്ലിൽ നമ്മൾ ഫോട്ടോൺസ് ഇതിൽ വന്ന് പതിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് നമുക്ക് ഇലക്ട്രിക്കൽ ഫോമിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണ്. സെൽസിനും അല്ല. സെൽസിൻ, ഓട്ടോസിൻ, മൈക്രോസിൻ എന്നെല്ലാം പറയുന്നത്
ഒരു എറർ ഡിറ്റക്ടറാണ്. കൺട്രോൾ എഞ്ചിനീയറിംഗ് നിങ്ങൾ പഠിക്കുന്ന എറർ ഡിറ്റക്ടർ എന്ന് പറയുന്ന പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ. അപ്പോൾ ഇതാണ് ആക്ച്വലി സെൽസിൻ എന്ന് പറയും, മൈക്രോസിൻ, അതുപോലെ ഓട്ടോസിൻ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് ടെലിമെട്രിയിലൊക്കെ ഉപയോഗിക്കുന്നൊരു പ്രോഡക്റ്റാണ് ആക്ച്വലി, വിച്ച് ഈസ് നോട്ട് ദ കറക്റ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി ഈസ് ഓൾസോ നോട്ട് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ഫോട്ടോ MCU സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ MCU സെൽ ഡീറ്റെയിൽ ആയി പഠിച്ചാൽ മനസ്സിലാവും, അതിൻ്റെ ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് അല്ല. അപ്പോൾ ഇവിടെ ഫോട്ടോ വോൾട്ടൈക് സെൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. A strip chart recorder is an active transducer, inverse transducer, output transducer. There is nothing called an output transducer. ഇത് ആക്ച്വലി ഫൈനൽ എൻഡിൽ, അതായത് 3 സ്റ്റേജുകളുണ്ടല്ലോ, ഇൻപുട്ട് സ്റ്റേജ് ഉണ്ട്, പ്രോസസ്സിംഗ് സ്റ്റേജ് ഉണ്ട്, ഔട്ട്പുട്ട് സ്റ്റേജ് ഉണ്ട്. നമുക്ക് ഇൻപുട്ട് സ്റ്റേജിലും ഒരു ട്രാൻസ്ഡ്യൂസർ വയ്ക്കാം, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ നമുക്ക് എനർജി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ഡ്യൂസർ വെക്കാം, ഫൈനൽ ഔട്ട്പുട്ട് സ്റ്റേജിൽ നമുക്ക് ട്രാൻസ്ഡ്യൂസർ വെക്കാം. ഇതാണ് ഇങ്ങനെയാണ് 3 ബ്ലോക്കുകൾ. ഇത് ഇൻപുട്ട് സ്റ്റേജാണ്, ഇത് ഔട്ട്പുട്ട് സ്റ്റേജാണ്, ഇത് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജാണ്. അപ്പോൾ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്യുവർലി സെൻസേഴ്സ് ആയിരിക്കും. ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ സിഗ്നൽ കൺവേർഷൻസ് ആണ് ചെയ്യുക. സിഗ്നൽ കൺവേർഷൻസ് ശരിക്കും ഒരു ഫോം ഓഫ് എനർജിനെ വേറെ ഫോമിലേക്ക് മാറ്റുന്ന എന്തിനേയും നമുക്ക് എന്ത് പറയാം, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. ഔട്ട്പുട്ടും ശരിക്കും സിഗ്നൽ ചേഞ്ചാണ്. അത് ഫിസിക്കലി നമുക്ക് വിസിബിൾ ആവുന്നതിൽ നമുക്ക് അക്സെപ്റ്റബിൾ ആവുന്ന ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുന്ന ട്രാൻസ്ഡ്യൂസറാണ് ഈ മൂന്നാമത്തത്. അപ്പോൾ ഇതിൽ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡർ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണോ? അത് മീനിങ്ലെസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ ആണോ? നോ, ദാറ്റ്സ് നോട്ട് എ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതൊരു ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറാണ്, ഔട്ട്പുട്ട് എൻഡിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഡ്യൂസറാണ് അല്ലേ. അപ്പോൾ റെക്കോർഡിങ് പേപ്പറിനകത്ത് സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡർ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ഫൈനൽ പ്രോഡക്റ്റാണ്. അപ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി കെപ്റ്റ് ഇൻ ദ ഔട്ട്പുട്ട് സ്റ്റേജ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറായിട്ട് കണക്കാക്കാം. അടുത്ത ചോദ്യം, in a transducer, the transfer function obtained experimentally differs from that of its theoretical transfer function. The error is 0 error ആണോ, sensitivity error ആണോ, non-conformity error ആണോ, all of these ആണോ? സോ ഇങ്ങനെ വരുന്ന ഡിഫറൻസസിനെ നമ്മൾ നോൺ കൺഫോമിറ്റി എറർ എന്നാണ് വിളിക്കുക. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. The output impedance of a transducer is 1 kilo ohm and the load resistance is 1 mega ohm. The transducer behaves as a constant. എന്തായിരിക്കും? 2 ഓപ്ഷൻസേ ഉള്ളൂ, കറണ്ട് സോഴ്സ് ആണോ വോൾട്ടേജ് സോഴ്സ് ആണോ. ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കറണ്ട് സോഴ്സ്, റെസിസ്റ്റൻസ്, ലോഡ്, പവർ സോഴ്സ്, വോൾട്ടേജ് സോഴ്സ്. അപ്പം ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറവാണ്. സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് 1 കിലോ ഓം ആണ്. ലോഡ് റെസിസ്റ്റൻസ് 1 മെഗാ ഓം ആണ്. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നൊരു വോൾട്ടേജ് സോഴ്സ് ആയിട്ടാണ്. ഇത് നേരെ തിരിച്ചാണെങ്കിലോ, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ഈസ് 1 കിലോ ഓം ആൻഡ് ഇറ്റ്സ് ലോഡ് റെസിസ്റ്റൻസ് ഈസ് 1 ഓം. ലോഡ് റെസിസ്റ്റൻസ് കുറവാണ്, പൊട്ടൻഷ്യൽ കുറവാണ് ഔട്ട്പുട്ടിൽ. അങ്ങനെയാണെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആയിട്ട്, കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആണ് കേട്ടോ. കോൺസ്റ്റൻറ്റ് ഇവിടെ ഉണ്ട്. സോ കറണ്ട് സോഴ്സ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ലോവർ ലിമിറ്റ് ഓഫ് യൂസ്ഫുൾ വർക്കിംഗ് റേഞ്ച് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് എറർ, നോയ്സ്, എറർ ആൻഡ് നോയ്സ്, ബോത്ത്, ക്രോസ് സെൻസിറ്റിവിറ്റി. അപ്പം യൂസ്ഫുൾ റേഞ്ച് കണ്ടുപിടിക്കുന്നതിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ മെയിൻലി അതിൻ്റെ എററാണ്, നോയ്സ് ആണ്. എററും നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ലോവസ്റ്റ് വർക്കിംഗ് റേഞ്ച് ആണെങ്കിലും ഹയസ്റ്റ് വർക്കിംഗ് റേഞ്ച് ആണെങ്കിലും. അപ്പോൾ ഇത് രണ്ടും കൂടി ഉള്ളതുകൊണ്ട് ഓപ്ഷൻ സി, എറർ ആൻഡ് നോയ്സ് ബോത്ത് ഈസ് എ റൈറ്റ് ആൻസർ. So we'll move to the next question. While selecting a transducer, a particular application consider its input cara, output cara, transfer cara, all characteristics. Actually selection and design ട്രാൻസ്ഡ്യൂസറിൻ്റെ
സെലക്ഷൻ ചെയ്ത ശേഷം അതിൻ്റെ ഡിസൈൻ ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ആക്ച്വലി 3 കാര്യങ്ങളാണ് വരുന്നത്. അതിൻ്റെ ഇൻപുട്ട് ക്യാര, ഔട്ട്പുട്ട് ക്യാര, ട്രാൻസ്ഫർ ക്യാര. അപ്പോൾ ഓപ്ഷൻ all are correct. Option D, all of these characteristics should be considered actually. So option D ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, the resistance potentiometer is a zero order instrument. With increase of load to potentiometer resistance, its non-linearity. ഓക്കെ, ഇത് വളരെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു റെസിസ്റ്റൻസ് പോർട്ട് ഉണ്ട്. ഓക്കെ, അത് പൊട്ടൻഷ്യോമീറ്റർ ആക്ച്വലി എന്ത് ഓർഡർ ഇൻസ്ട്രുമെൻ്റ് ആണ്? 0 ഓർഡർ ഇൻസ്ട്രുമെൻ്റ് ആണ് പൊട്ടൻഷ്യോമീറ്റർ. വിത്ത് ഇൻക്രീസ് ഓഫ് ലോഡ് ടു പൊട്ടൻഷ്യോമീറ്റർ റെസിസ്റ്റൻസ് ഇറ്റ്സ് നോൺ ലീനിയാരിറ്റി. അപ്പം നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആക്ച്വലി ഇൻസ്ട്രുമെൻറ്റിന് വരുന്ന ലോഡിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ലോഡിൽ വരുന്ന ഡിഫറൻസസ് ഒരിക്കലും എന്തിലേക്ക് വരില്ല? നോൺ ലീനിയാരിറ്റിയിലെ വേരിയേഷനിലേക്ക് വരില്ല. അപ്പം ഓപ്ഷൻ എ ഇൻക്രീസസ് എ സ്ക്വയർ റൂട്ട് ഓഫ് റെസിസ്റ്റൻസ്. ഓപ്ഷൻ ഡി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അതിനകത്ത് യാതൊരു ചേഞ്ചും വരില്ല. ഇറ്റ് റിമെയിൻസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അടുത്ത ചോദ്യം, ഇൻ എ റെസിസ്റ്റൻസ് പൊട്ടൻഷ്യോമീറ്റർ the high value of resistance port lead to. ഹൈ വാല്യൂ പോർട്ടിൻ്റെ വൈൻഡിങ്ങിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ റേഞ്ച് ഹൈ ആണെങ്കിൽ ഉള്ള പോസിബിലിറ്റീസാണ് ലോ വാല്യൂ ഓഫ് എറർ, ലോ വാല്യൂ ഓഫ് നോൺ ലീനിയാരിറ്റി, ബോത്ത് എ ആൻഡ് ബി, ഹൈ വാല്യൂ ഓഫ് സെൻസിറ്റിവിറ്റി. അപ്പോൾ ഇവിടെ പോർട്ടിൻ്റെ റേഞ്ച് കൂടുന്നതനുസരിച്ച് നമുക്കതിൻ്റെ സെൻസിറ്റിവിറ്റിയും കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പം ആക്ച്വലി നമ്പർ ഓഫ് വൈൻഡിങ് എത്രയുണ്ട് എന്നതിനനുസരിച്ച് യൂഷ്വലി വൈൻഡിങ്ങിൻ്റെ നമ്പർ കൂടുന്തോറും, ഇപ്പം നമ്മളൊരു കോർ എടുക്കുകയാണ്, ഈ കോറിനകത്ത് നമ്മളൊരു വയർ വൈൻഡ് ചെയ്യാണ്. അപ്പോൾ ഇത് വൈൻഡ് ചെയ്തിരിക്കുന്നത് 100 വൈൻഡിങ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ 100 വൈൻഡിങ് ചെയ്ത ഒരു പൊട്ടൻഷ്യോമീറ്റർ ഇതേ ഏരിയയിൽ നമ്മൾ 200 വൈൻഡിങ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? അതിൻ്റെ റെസിസ്റ്റൻസ് ഡബിൾ ആവും അല്ലേ? റെസിസ്റ്റൻസ് ഇൻറ്റു 2 ഡബിൾ ആവും. അപ്പോൾ അതോടുകൂടി അതിൻ്റെ സെൻസിറ്റിവിറ്റിയും കൂടി കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ 200 ലൈൻസ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് എന്ന് പറയുന്നതിൽ കാര്യമായിട്ടുള്ള വേരിയേഷൻ വരുത്താൻ പറ്റും. ഓക്കെ, വളരെ മിനിമം ചേഞ്ചിന് വരെ മാക്സിമം റിസൾട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഹൈ വാല്യൂ ഓഫ് സെൻസിറ്റിവിറ്റി ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. In a wire-wound strain gauge, the change in resistance on application is mainly due to change in length of the wire, diameter of the wire only, resistivity both A and B. അപ്പോൾ യൂഷ്വലി എന്താണ് റെസിസ്റ്റൻസ് R is equal to rho L by A എന്ന് പറയുന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ റോ മാറണം, അല്ലെങ്കിൽ എല്ല് മാറണം, അല്ലെങ്കിൽ എ മാറണം. റോ മാറുന്ന കേസസ് നമ്മൾ ആ മെറ്റൽ അതിൻ്റെ ഡിസൈൻ മാറ്റാത്തിടത്തോളം കാലം റോ മാറില്ല. എന്നാൽ റോ മാറുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്, ചില മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസ് നമ്മൾ എന്താ വിളിക്കുക? പീസോ റെസിസ്റ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയും. എന്നാലും റോ കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പിന്നെയുള്ള ലെങ്ത്തും ഏരിയയാണ്. അപ്പം ലെങ്ത്തും ഏരിയയും തമ്മിൽ ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ ഇത്രയും കട്ടിയുള്ള ഒരു വയറിനെ നമ്മൾ വലിച്ച് നീട്ടുകയാണെങ്കിൽ, ഇതിൻ്റെ ഇരട്ടി ലെങ്ത്തിലേക്ക് വലിച്ചു നീട്ടുകയാണെങ്കിൽ യൂഷ്വലി അതിൻ്റെ ഏരിയ എന്താവും? കുറയും അല്ലേ? കാരണം അതിന് മാസ് സ്റ്റേബിളായി നിർത്തണ്ടേ. അപ്പോൾ ലെങ്ത്ത് കൂടുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ കുറയും. അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് ദ വയർ ഓൺലി, ഡയമീറ്റർ ഓഫ് ദ വയർ ഓൺലി, റെസിസ്റ്റിവിറ്റി ബോത്ത് എ ആൻഡ് ബി. എന്താണ്? രണ്ടും നടക്കും. ഡയമീറ്റർ മാറ്റിക്കഴിഞ്ഞാൽ ലെങ്ത്ത് മാറും, ലെങ്ത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഡയമീറ്റർ മാറും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജസ്. അപ്പോൾ സ്ട്രെയിൻ ഗേജസ് ആക്ച്വലി 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. സ്ട്രെയിൻ ഗേജസ് ആക്ച്വലി നമുക്ക് മെയിൻലി 3 തിരിക്കാം. അപ്പം ബോണ്ടഡ് ഉണ്ട്, അൺബോണ്ടഡ് ഉണ്ട്, അതേപോലെ തന്നെ സെമി കണ്ടക്ടർ ഉണ്ട്.
ഇപ്പോൾ ബോണ്ടഡ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലെ ഒരു പ്ലാസ്റ്റിക് ഫിലമെൻ്റിൻ്റെ മുകളിൽ മൈക്ക ഷീറ്റ്, ബാക്ക് ലൈറ്റ് തുടങ്ങിയ മെറ്റീരിയലിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ഫോമാറ്റിൽ മെറ്റൽ ഒട്ടിച്ച് വയ്ക്കുകയാണ്. അത് സയനോ ആക്രിലേറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒട്ടിക്കുകയാണ്, ബോണ്ട് ചെയ്യാണ്. അപ്പോൾ അത് ബോണ്ടഡ്. അൺബോണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു തമ്മിൽ കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. രണ്ട് എൻഡുകൾ തമ്മിൽ, ഈ രണ്ട് വയർ തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതാണ് അൺബോണ്ടഡ്. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പ്യൂർലി സെമി കണ്ടക്ടർ വെച്ചുണ്ടാക്കുന്നത്. അപ്പോൾ അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജിൻ്റെ കാര്യം പറയും. ഇത്തരത്തിലുള്ള തമ്മിൽ ഫിസിക്കലായിട്ടുള്ള ടച്ച് ഇല്ലാത്ത സ്ട്രെയിൻ ഗേജ് എലമെൻറ്റ്സ്, ഈ ഉള്ളിലുള്ള സാധനത്തിനാണ് നമ്മൾ എലമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എക്സ്ക്ലൂസീവ്ലി യൂസ് ഫോർ ട്രാൻസ്ഡ്യൂസർ ആപ്ലിക്കേഷൻസ്, എക്സ്ക്ലൂസീവ്ലി യൂസ് ഫോർ സ്ട്രെസ് അനാലിസിസ്, ബോത്ത് എ ആൻഡ് ബി, യൂസ്ഡ് ഫോർ അൺബോണ്ടഡ് സ്ട്രെയിൻ ഓൺലി. അപ്പോൾ ഇവിടെ ട്രാൻസ്ഡ്യൂസർ അപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജ് ഉപയോഗിക്കുന്നത്. സ്ട്രെസ് അനാലിസിസിന് നമ്മൾ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ച റോസെറ്റാണ് അല്ലേ. ഈ റോസെറ്റ് എന്ന് പറയുന്നത് സ്റ്റാർ കോൺഫിഗറേഷനാണ്. ഈ സ്റ്റാർ കോൺഫിഗറേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ എലമെൻറ്റും ഓരോ യൂണിറ്റും ബോണ്ടഡ് ഗേജാണ്. ഓക്കെ, അപ്പം ട്രാൻസ്ഡ്യൂസർ അപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജസ് നമ്മൾ ജനറലി യൂസ് ചെയ്യാറ്. Metal foil type strain gauges are superior to wire wound metal strain gauges because they have a higher rate of heat dissipation capacity, have a larger surface area which makes the bonding easier, can be fabricated economically as a microelectronic circuit, have all the above. ഇപ്പോൾ മെറ്റൽ ഫോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ വരച്ച പോലുള്ള ഇത്തരത്തിലുള്ള ഒരു ഫോയിലിൻ്റെ മുകളിൽ നമ്മൾ ഗേജ് ഒട്ടിച്ച് വയ്ക്കുകയാണ്. വയർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ലിറ്ററലി വയറുകൾ വൈൻഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഗേജാണ്. അപ്പോൾ മെറ്റൽ ഫോയിൽ സ്ട്രെയിൻ ഗേജസ് എന്തുകൊണ്ടാണ് സുപ്പീരിയർ ആവുന്നതെന്ന് ചോദിക്കുന്നത്. ഡെഫിനറ്റ്ലി സുപ്പീരിയർ ആണ് കമ്പയർഡ് ടു വയർ ബോണ്ട് മെറ്റൽ സ്ട്രെയിൻ ഗേജസ്. ദേ ഹാവ് ഹയർ റേറ്റ് ഓഫ് ഹീറ്റ് ഡിസിപ്പേഷൻ കപ്പാസിറ്റി. ഈ ഹീറ്റ് ഡിസിപ്പേഷൻ കപ്പാസിറ്റി കൂടാനുള്ള കാരണം ലാർജർ സർഫസ് ഏരിയ ആണ്. ലാർജർ സർഫസ് ഏരിയ ഉണ്ടെങ്കിൽ അത് എൻവയോൺമെൻറ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയ കൂടും. അപ്പം ഹീറ്റിന് ട്രാൻസ്ഫർ ആവാനുള്ള എളുപ്പത്തിൽ ട്രാൻസ്ഫർ ആവും. അത് തന്നെയാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. ആ ലാർജർ സർഫസ് ഏരിയ വിച്ച് മേക്സ് എ ബോണ്ടിങ് ഈസിയർ, ഒട്ടിച്ച് വയ്ക്കാൻ എളുപ്പമാണ്. ക്യാൻ ബി ഫാബ്രിക്കേറ്റഡ് എക്കണോമിക്കലി ആസ് എ മൈക്രോ ഇലക്ട്രോണിക് സർക്യൂട്ട്. യെസ്, അപ്പോൾ അത് വളരെ തിന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ സൈസ് തിന്നാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മൈക്രോ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മൂന്നും കറക്റ്റാണ് ആക്ച്വലി. അപ്പോൾ അതിലൂടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഹാവ് ഓൾ ദി അബോവ് ആണ്. ഇൻ സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജസ്, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് on application of strain is much higher than that of the case of a metal strain gauge. This is mainly due to change in resistivity. While tensile strain is applied, the resistance increases in p-type of materials. Both A and B are true, none of this. Okay, അപ്പോൾ സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജസിൻ്റെ പ്രത്യേകത അതിൻ്റെ ഹൈ ഗേജ് ഫാക്ടറാണ്. ഗേജ് ഫാക്ടർ എന്താണ്? ഗേജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഗേജ് ഫാക്ടർ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതായത് ഒരു യൂണിറ്റ് ലെങ്ത്തിലുള്ള ചേഞ്ചിന് എത്രമാത്രം ഔട്ട്പുട്ട് വരുന്നുണ്ടെന്നുള്ളതിൻ്റെ കണക്കാണ് ആക്ച്വലി ഗേജ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സാധാരണ സ്ട്രെയിൻ ഗേജസിൻ്റെ ഗേജ് ഫാക്ടർ 2 മുതൽ 3 വരെ ആണെങ്കിൽ സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജസിൻ്റെ ഗേജ് ഫാക്ടർ 200 മുകളിലാണ്. ഓക്കെ, അപ്പോൾ അത് ഇസ് മച്ച് ഹയർ ദാൻ. അപ്പം ഇത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓൺ ആപ്ലിക്കേഷൻ ഓഫ് സ്ട്രെയിൻ, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതലായതുകൊണ്ടാണ് ദാറ്റ് ഇസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അത് പീസോ റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റോ എൽ ബൈ എയിൽ റെസിസ്റ്റൻസ് മാറണമെങ്കിൽ എൽ മാറണം. സാധാരണ അങ്ങനെ സംഭവിക്കുക, റോ മാറാറില്ല. എന്ന് പറഞ്ഞാൽ റോ മാറുന്ന കേസസ് സെമി കണ്ടക്ടറിൽ ഉണ്ടാവുക. റോ മാറുന്നതുകൊണ്ട് ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി മാറുന്നതുകൊണ്ട് പീസോ റെസിസ്റ്റീവ് എഫക്റ്റ് വരും. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്.
പിന്നെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പി ടൈപ്പും എൻ ടൈപ്പും ഉണ്ട്. പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പോസിറ്റീവ്. അപ്പം പോസിറ്റീവ് ടൈപ്പിൽ സ്ട്രെയിൻ ടെൻസൈൽ സ്ട്രെയിൻ കൂടുന്തോറും അതിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ. സോ വിച്ച് ഇസ് എ കറക്റ്റ് ആൻസർ? ഇതാണ് കറക്റ്റ് ആൻസറായി വരിക. നൺ ഓഫ് ദിസ് അല്ല. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. The properties of a conductor material used in RTD should have. അപ്പോൾ ആർ ടി ഡി എന്തായിരുന്നു? ആർ ടി ഡി ഒരു ടെമ്പറേച്ചർ സെൻസറാണ് അല്ലേ? ആർ ടി ഡി ഒരു ടെമ്പറേച്ചർ സെൻസറാണ്. ആർ ടി ഡി ഒരു പി ടി സി ടൈപ്പ് സെൻസറാണ്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള ഒരു സെൻസറാണ്. ആർ ടി ഡിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് നോർമലി 99% നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാറ്റിനമാണ്. ഓക്കെ, ഈ പ്ലാറ്റിനം ഉപയോഗിക്കാനുള്ള കാരണങ്ങളാണ് ഈ താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് എ കണ്ടക്ടർ മെറ്റീരിയൽ വിച്ച് ഈസ് നത്തിങ് ബട്ട് യുവർ പ്ലാറ്റിനം. Material used in RTD should have the change in resistance per unit change in temperature should be as large as possible. അപ്പോൾ ചെറിയ ടെമ്പറേച്ചറിലെ ചേഞ്ച് വന്നാൽ വരെ റെസിസ്റ്റൻസിൽ വലിയൊരു ചേഞ്ച് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു വാല്യൂവിനെ പെട്ടെന്ന് എടുത്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയും. 0.00389 തൊട്ട് 0.00391 വരെയാണ് പ്ലാറ്റിനത്തിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പം ഹൈ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ITCR ഡിസൈറബിൾ ആണ്. സോ ദിസ് ഇസ് കറക്റ്റ്. ദ ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ ഷുഡ് ബി എ ലീനിയർ ഫംഗ്ഷൻ. യെസ്. അപ്പോൾ ആർ ടി ഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആർ ടി ഡി ഈസ് എ ലീനിയർ ട്രാൻസ്ഡ്യൂസറാണ്. ആർ ടി ഡി പോലുള്ള മറ്റേ മെറ്റീരിയലാണ് തെർമിസ്റ്റർ അല്ലേ? തെർമിസ്റ്റർ എന്താണ്? നോൺ ലീനിയർ ആണ്. ഓക്കെ. ദ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ ഷുഡ് ഹാവ് കണ്ടിന്യൂസ് ആൻഡ് സ്റ്റേബിൾ റിലേഷൻഷിപ്പ് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ അത് ലീനിയർ ആണെന്ന് പറഞ്ഞാൽ ആക്ച്വലി ലീനിയാരിറ്റി തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ലീനിയർ ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയലും അത് വിത്ത് ടെമ്പറേച്ചർ റിലേഷൻ എന്തായിരിക്കും? ലോവർ റേഞ്ചിലും മിഡ് റേഞ്ചിലും അപ്പർ റേഞ്ചിലൊക്കെ ഒരു സ്റ്റേബിൾ ആയിരിക്കും, നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇതെല്ലാം എന്താ പറയുക, പ്രോപ്പർട്ടീസാണ്, ഷുഡ് ഹാവ് ആണ്, എല്ലാം വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സോ മൂന്നും വേണ്ടതുകൊണ്ട് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ദ എബോവ് ആർ ട്രൂ. ഓൾ ദ എബോവ്. Platinum is a used metal for RTDs because it has constant value of resistance temperature coefficient of 0.004 per degree Celsius in the range of 0 to 100. യെസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ? റെസിസ്റ്റിവിറ്റി വേരിയേഷൻ ലെസ് റാപ്പിഡ് ഇൻക്രീസസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. യെസ്. കൊമേഴ്ഷ്യൽ അവൈലബിലിറ്റി ഇൻ ദ പ്യൂറസ്റ്റ് ഫോം ആൻഡ് ഈസ് സ്റ്റേബിൾ ഓവർ ഹയർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. യെസ്. പ്ലാറ്റിനം അങ്ങനെ റെയർ മെറ്റീരിയലൊന്നല്ല. അപ്പം റെയർ മെറ്റീരിയലായ ഗോൾഡൊക്കെ നമ്മൾ ആർ ടി ഡിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആക്ച്വലി നമ്മൾ റേഞ്ച് കൂടിയ വില കൂടിയ PRTDs ഉണ്ട്. PRTDs. ഇപ്പോൾ ഇവിടെ നോർമലി ഇൻഡസ്ട്രിയൽ യൂസിനൊക്കെ ഉള്ളത് സാധാരണ പ്ലാറ്റിനം വെച്ചിട്ടുള്ള RTD ആണ്. അത് രണ്ട് ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. PT100 ഉണ്ട്, അതുപോലെ PT1000 ഉണ്ട്. അപ്പോൾ ഇതാണ് RTD. രണ്ട് ടൈപ്പ് RTD നമ്മൾ ഇൻഡസ്ട്രിയിലുള്ളത്. PT100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാറ്റിനം 100, PT1000 പ്ലാറ്റിനം 1000. ഇപ്പോൾ PT100 എന്ന് പറഞ്ഞാൽ 100 ഓം ആയിരിക്കും അതിൻ്റെ റെസിസ്റ്റൻസ് നോർമൽ ടെമ്പറേച്ചറിൽ. ഇത് അതിൻ്റെ 1K ആയിരിക്കും. ജസ്റ്റ് പറഞ്ഞു എന്നല്ലോ. അപ്പോൾ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓൾ ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. തെർമോകപ്പിൾസ് ആർ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ദെൻ. ഓക്കെ, തെർമോകപ്പിൾസ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ റിക്വയർ റെഫറൻസ് ജംഗ്ഷൻ കോമ്പൻസേഷൻ. റെഫറൻസ് ജംഗ്ഷൻ കോമ്പൻസേഷൻ വരുന്നത് ആക്റ്റീവ് ആയതുകൊണ്ടല്ല, അത് തെർമോകപ്പിൾ ആയതുകൊണ്ടാണ്. എനിവേ ദിസ് ഇസ് കറക്റ്റ്. ഹാവ് എ ലോ ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവൽ. യെസ്, തെർമോകപ്പിളിൽ നമുക്കൊരിക്കലും ഒരു വളരെ വലിയൊരു വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ വോൾട്ടേജ് ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? തെർമോകപ്പിളിനെ സീരീസ് ആയിട്ടും അതേപോലെ പാരലായിട്ടും കണക്ട് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? തെർമോപൈൽ.
തെർമോപൈൽ. അപ്പോൾ നമ്മൾ പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് നമുക്ക് ഡബിൾ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സെൻസിറ്റിവിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ആർ കോമൺലി യൂസ് ടു മെഷർ ടെമ്പറേച്ചർ. യെസ്, തെർമോകപ്പിൾസ് ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണല്ലോ. സോ ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. An iron core transducer is excited with a frequency of 20 kHz. The maximum value of displacement to be measured should not exceed. അപ്പോൾ ഇവിടെ ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. ഇപ്പം അയൺ കോർ ട്രാൻസ്ഡ്യൂസർ എക്സൈറ്റഡ് വിത്ത് ഫ്രീക്വൻസി 20 kHz ഫ്രീക്വൻസി ആണെങ്കിൽ 1/10 ആണ് എക്സൈഡ് ചെയ്യാൻ പാടില്ലാത്തത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ റൂൾ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏതാണോ 1 kHz, 2 kHz, 10 kHz, 20 kHz. 2 kHz ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഡിഫറൻഷ്യൽ കോൺഫിഗറേഷൻ ബിക്കോസ് ഇറ്റ് ഗീവ്സ് ഔട്ട്പുട്ട് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ബി വേരിയേഷൻ ഇൻ സപ്ലൈ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി, ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ, ഓൾ ദി അബവ്. ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഡിഫറൻഷ്യൽ കോൺഫിഗറേഷനിൽ ഉപയോഗിക്കുന്നപ്പോൾ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഓപ്പ് ആമ്പ് ഡിഫറൻഷ്യൽ കോൺഫിഗറേഷൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ ആക്ച്വലി ഇത് എയും ഇത് ബിയും, ഇപ്പോൾ ഇവിടെ ഉള്ളത് എ മൈനസ് ബി ഇൻറ്റു എക്സ് ഇതിൻ്റെ ഗെയിൻ ആണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ടാണ് വരുന്നതെങ്കിൽ ആക്ച്വലി ഈ എയിലേക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വരുവാണെങ്കിൽ അതേ മാഗ്നറ്റിക് ഫീൽഡ് ബിയിലേക്കും വരും അല്ലേ. 2ലേക്ക് വരുമ്പോൾ രണ്ടും ഒരേ സ്ഥലത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ 2ലേക്കും വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, ഡിഫറൻഷ്യൽ ഓപ്പറേഷൻ നടക്കുന്നതുകൊണ്ട് ഈ 2 എക്സ്റ്റേണൽ സിഗ്നൽസിൻ്റെ എഫക്റ്റ് അവിടെ ക്യാൻസൽ ആയി പോകും. സപ്ലൈ വോൾട്ടേജിലെ ഫ്രീക്വൻസിയിൽ വേരിയേഷൻ വന്നാലും ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വന്നാലും ഒക്കെ ഡിഫറൻഷ്യൽ കോൺഫിഗറേഷനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഈ 2 ടെർമിനലുകളിലും അല്ലെങ്കിൽ 2 ഭാഗങ്ങളിലും ഒരേപോലെ വരുന്നതുകൊണ്ട് തമ്മിൽ ക്യാൻസലായി പോകും. അപ്പോൾ ഡിഫറൻഷ്യൽ കോൺഫിഗറേഷനിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ എന്താണ് ഓൾ ദി എബോവ്, ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഡി ഓൾ ദി എബോവ് ഇസ് റൈറ്റ് ആൻസർ. സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 inductive transducers operate on the principle of change in self-inductance L. They are connected in push-pull arrangement. If the change in inductance is dl, delta L ആണ്, delta L, then the output will exhibit a change of ഇതാണ് വരിക 2 എണ്ണമുള്ളത് അല്ലേ. സോ യു വിൽ ഗെറ്റ് +2 delta L. +2 delta L ആണ് റൈറ്റ് ആൻസർ. Capacitive transducers, they are used for dynamic measurement. They act as high pass filters, both A and B. They are used for both static and dynamic measurements, and they act as a notch filter. Okay, capacitive transducers application എന്ന് പറയുന്നത് ഓൺലി ഡൈനാമിക് ആണ്. അപ്പോൾ ആദ്യത്തെ ഇത് ആർ യൂസ് ഫോർ ഡൈനാമിക് മെഷർമെൻറ്റ്. ഓക്കെ, പക്ഷെ ഇവിടെ മനസ്സിലാക്കുന്നത് ദേ ആർ ഓൺലി യൂസ് ഇൻ ഡൈനാമിക്. They act as high pass filters. Yes, definitely yes. Both A and B, they are used for both static and dynamic. Static പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്ഷൻ പറ്റില്ല. അപ്പോൾ കറക്റ്റ് എന്തായിരിക്കും? എയും ബിയും ശരിയായ സ്ഥിതിക്ക് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി. അടുത്ത ക്വസ്റ്റ്യൻ. The order of displacement measured by a capacitive transducer is. അപ്പോൾ ഇവിടെ ആക്ച്വലി അവർ ചോദിച്ചിരിക്കുന്ന ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോക്സിമിറ്റി ട്രാൻസ്ഡ്യൂസറാണ്. പ്രോക്സിമിറ്റി ട്രാൻസ്ഡ്യൂസർ ആക്ച്വലി നമുക്ക് 2 ക്ലാസിഫൈ ചെയ്യാം. അത് കപ്പാസിറ്റീവ് ടൈപ്പും ഉണ്ട്, ഇൻഡക്റ്റീവ് ടൈപ്പും ഉണ്ട്. അപ്പോൾ 2 ആണെങ്കിലും ഏകദേശം 1 മൈക്രോമീറ്റർ വരെയുള്ള അത്രയും ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണ് നമ്മൾ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ വെച്ച് മെഷർ ചെയ്യുക. 1 നാനോ 1 പിക്കോ ഒന്നും പോസിബിൾ അല്ല. 1 മില്ലിമീറ്റർ ഓക്കെ, ദാറ്റ് ഈസ് പോസിബിൾ, പക്ഷേ 1 മൈക്രോമീറ്റർ വരെയാണ് നമ്മൾ റേഞ്ച് പറയുന്നത്. അപ്പോൾ 1 മൈക്രോമീറ്റർ ഈസ് എ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ. ഓപ്ഷൻ സി ഈസ് എ റൈറ്റ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, എ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ ഈസ് വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ചേഞ്ച് ഓഫ് കപ്പാസിറ്റൻസ് വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഒരു കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ ഉണ്ടെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് അനുസരിച്ചിട്ട് എന്ത് മാറുക? കപ്പാസിറ്റൻസ് മാറുക. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി. അപ്പോൾ ഇവിടെ ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ മുകളിലേക്കോ താഴേക്കോ മാറ്റം വരുത്തിക്കൊണ്ട് കപ്പാസിറ്റൻസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇറ്റ് എക്സിബിറ്റ്സ് നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ്. ടു മേക്ക് ഇറ്റ് ലീനിയർ യൂസ് ഓക്കെ. അപ്പോൾ ഇത് നോൺ ലീനിയർ ആണ്. ഇനി ഇത് ലീനിയർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്? ഡിഫറൻഷ്യൽ കണക്ഷൻ ഉപയോഗിക്കാം. യെസ്, ഡെഫിനറ്റ്ലി യു ക്യാൻ യൂസ് ഇറ്റ്. മെഷർ വെരി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നാൽ ഇപ്പം ഇങ്ങനെ നോൺ ലീനിയർ ആണെങ്കിലും ഗ്രാഫ് നോൺ ലീനിയർ ആയിട്ട് പോകുന്നെങ്കിൽ ചെറിയ ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ഇത് ലീനിയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. യൂസ് ഓപ്പ് ആമ്പ്. അപ്പോൾ അതിനാണ് ഈ ഡിഫറൻഷ്യൽ കണക്ഷൻ്റെ എന്താ പറയുക ഒരു അപ്ലിക്കേഷനാണ് ആക്ച്വലി എന്ത് ഓപ്പ് ആമ്പ്. ഓപ്പ് ആമ്പിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് ഡിഫറൻഷ്യൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ ടൈപ്പ് കണക്ഷൻ ഉപയോഗിച്ച് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി വോൾട്ടേജ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഈ നോൺ ലീനിയർ ആയിട്ടുള്ള ഡിവൈസസിനെ ലീനിയർ ആക്കാൻ വേണ്ടി കുറേ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം മാത്തമാറ്റിക്കൽ ടെക്നിക്സാണ്. അപ്പോൾ അത്രയും ഡീപ്പായിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പം ഇതൊക്കെ ഉപയോഗിച്ചാണ് നോൺ ലീനിയർ ബിഹേവിയർ ലീനിയർ ആക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈവൻ നമ്മൾ RTD ലീനിയർ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് വളരെ ചെറിയ രീതിയിൽ അതിന് നോളേജിറ്റി ഉണ്ട്. അപ്പം ചെറിയ മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടാണ് അത് നമ്മൾ ലീനിയർ ആക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ സോഫ്റ്റ്വെയറായിട്ട് ഒരു കൺട്രോളിലേക്ക് വരികയും RTDന് സിഗ്നൽ എടുക്കുന്ന കൺട്രോളർ ആ കൺട്രോളറിൽ നമ്മൾ കോഡ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിനെ കൊണ്ട് അതിൻ്റെ ഇൻപുട്ടിനെ മാറ്റി ട്യൂൺ ചെയ്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ അത് ലീനിയറായി തോന്നുമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് അത് ലീനിയർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതർ സോഫ്റ്റ്വെയർ വഴി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഹാർഡ്വെയർ മെത്തേഡ്സ് വഴിയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, piezoelectric transducers are active transducers. They use quartz and Rochelle salt because they are polycrystalline in nature. അപ്പോൾ പോളിക്രിസ്റ്റലൈൻ നേച്ചറിലുള്ളത് അപ്പോൾ പീസോ ഇലക്ട്രിക് ആണെന്നില്ല, പക്ഷേ ക്വാർട്സും റോഷെല്ലെ സാൾട്ടും പോളിക്രിസ്റ്റലൈൻ ആണ്. അപ്പം ഇതിൻ്റെ ഈ വരയ്ക്ക് ഇപ്പുറത്തുള്ള ഭാഗം മാത്രം വായിക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ കറക്റ്റാണെന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ ബി ബേസിക്കലി മെയ്ഡ് ഫ്രം ബേരിയം ടൈറ്റാനേറ്റ്. യെസ്, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ബേരിയം ടൈറ്റാനേറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. They do not have piezoelectric properties in their original state, but these properties are created by special polarization on them. Yes, അതും കറക്റ്റാണ്. നമ്മളതിനെ പോളറൈസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടീസിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 കറക്റ്റാണ്. സോ യൂഷ്വലി റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ADP എന്ന് പറയുന്ന ഒരു മെറ്റീരിയലും കൂടി ക്വാർട്സിനും റോഷെല്ലെ സാൾട്ടിനും കൂടെ നമ്മൾ എന്തായി ഉപയോഗിക്കുന്നത്? ബേരിയം ടൈറ്റാനേറ്റിൻ്റെയും കൂടെ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, ADP. അടുത്ത ക്വസ്റ്റ്യൻ, ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ യൂസ്ഡ് ടു മെഷർ. ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ മെഷർ ചെയ്യുന്നത് കറണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ്, പവർ, ഓൾ ഓഫ് ദിസ്. ആക്ച്വലി നമ്മൾ കറണ്ട് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും പവറും സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറിനെ കണക്ട് ചെയ്ത് നമുക്ക് ആക്ച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടല്ലെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ. കറണ്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് കറണ്ടാണ്. സോ അത് ഡയറക്റ്റ് മെഷർ ചെയ്യാം. ഇനി ഒരു ഡിസ്പ്ലേസ്മെൻറ്റിനെയോ അല്ലെങ്കിൽ പവറിനെയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു കറണ്ടിൻ്റെ ഫോമാറ്റിലേക്ക് മാറ്റി നമുക്ക് അളന്നെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഓൾ ഓഫ് ദീസ് correct answer. A photovoltaic cell is more suitable for digital applications. Yes, it is connected across a very large value of resistance. Its sensitivity at higher illumination will have some finite value which is small and near to zero, very large, infinite, none of this. അപ്പോൾ ഫോട്ടോവോൾട്ടായിക് സെല്ലിൽ ലാർജ് റെസിസ്റ്റർ, ഇറ്റ് കണക്റ്റഡ് അക്രോസ് എ ലാർജ് റെസിസ്റ്റൻസ് ആണ്. കണക്റ്റഡ് അക്രോസ് എ ലാർജ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പം അതിൻ്റെ സെൻസിറ്റിവിറ്റിയുള്ള വേരിയേഷനാണ് പറയുന്നത്.
എപ്പോഴാണ് ഇനി ഇല്ലുമിനേഷൻ ഹയർ ഇല്ലുമിനേഷൻ ആകുമ്പോൾ സ്മോൾ ആൻഡ് നിയർ ടു 0. യെസ്, ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. സ്മോൾ ആൻഡ് നിയർ ടു 0. വലിയ ലാർജ് ആവില്ല, ഇൻഫിനിറ്റും ആവില്ല, നൺ ഓഫ് ദീസും അല്ല. അത് എത്രമാത്രം ഇല്ലുമിനേഷൻ കൂടുന്നു അത്രമാത്രം കുറയും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വാക്ക് പറയാം. ദർ ഇസ് സംതിങ് കോൾഡ് ഡാർക്ക് റെസിസ്റ്റൻസ്. അതായത് ഇപ്പോൾ ഒരു LDR, ഒരു ഫോട്ടോ ഡിറ്റക്ടർ ആണല്ലോ LDR അല്ലേ, ഫോട്ടോ വോൾട്ടൈക് സെല്ലല്ല, ഫോട്ടോ ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം വന്നപ്പോൾ പറഞ്ഞാണ്. LDR കംപ്ലീറ്റ്ലി നമ്മൾ ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടെർമിനൽസ് അക്രോസ് ഒരു മൾട്ടിമീറ്റർ നിങ്ങൾ പിടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന റെസിസ്റ്റൻസിന് നമ്മൾ എന്താ പറയുക, ഡാർക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റെസ്പോൺസ് ഓഫ് കാഡ്മിയം സെൽ ഈസ് ഹയസ്റ്റ് വെൻ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഈസ്. ഇത് ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ 900 നാനോമീറ്റർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം കാഡ്മിയം സെല്ല് റെസ്പോണ്ട് ചെയ്യുന്നത്, അപ്പോൾ 900 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ഏത് കളറാണ് വരിക, കാഡ്മിയം LED ഉപയോഗിക്കുമ്പോൾ എന്ത് കളറാണ് പുറത്ത് വരിക എന്നുള്ളതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ആൻസർ എന്താ പറയുക പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇതൊരു ഡെഫിനറ്റ് ആൻസറാണ്, ഈ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. അപ്പം 900 നാനോമീറ്ററാണ് അതിന് ആൻസർ. സോ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ 900 നാനോമീറ്റർ വേവ് ലെങ്ത്തിൽ വരുന്ന ലൈറ്റിൻ്റെ കളർ എന്താണ്. കാഡ്മിയം നമ്മൾ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുമ്പം കാഡ്മിയം ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേക കളറ്, അതിൻ്റെ പ്രസൻസ്, ഒരു കളറിൻ്റെ പ്രസൻസ് ഉണ്ടാവും കാഡ്മിയം അവിടെ ഉപയോഗിച്ചാൽ. സോ യു ക്യാൻ ജസ്റ്റ് കണക്ട് ബോത്ത് ആൻഡ് എന്താ പറയുക ടു റിമെമ്പർ ഈസിലി. സോ we move to the next question. Channels used in incremental counters. Channels used in incremental counter. എന്തായാലും ഇൻക്രിമെൻ്റൽ കൗണ്ടറിൽ 1 ചാനൽ അല്ല, സോ അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി 2, 3 or 4. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, എയ്തർ ബി ഓർ സി. അടുത്ത ക്വസ്റ്റ്യൻ. നോർമലി absolute encoders are used for. Normally absolute encoders are used for 1 revolution, 2π revolution, continuous speed, both B and C. അപ്പം absolute encoders എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ റെവല്യൂഷനാണ്. ഓക്കെ, ഒറ്റ റെവല്യൂഷൻ, 2π അല്ല, നോട്ട് 180 ഡിഗ്രി, നോട്ട് 360 പ്ലസ്, ഇറ്റ്സ് 360 ഡിഗ്രി, 1 റെവല്യൂഷൻ. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. Moir fringes are used to measure rotary displacement along with. Yes, Moir fringes വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോട്ടറി ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ പറ്റും. along with അതിൻ്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, കോണ്ടാക്ട് ടൈപ്പ് എൻകോഡേഴ്സ് ഓൺലി, ഒപ്റ്റിക്കൽ എൻകോഡേഴ്സ് ഓൺലി, നൺ ഓഫ് ദിസ് ബോത്ത് എ ആൻഡ് ബി. ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് കോണ്ടാക്ട് ടൈപ്പ് എൻകോഡേഴ്സ്. ഇത് ഫ്രിഞ്ചസ് ആണ്. സോ നമുക്കിവിടെ വേണ്ടത് ഒപ്റ്റിക്കൽ ആയിട്ടുള്ള എൻകോഡേഴ്സിനെയാണ്. സോ ഇവിടെ ഓപ്ഷൻ ബി ഒപ്റ്റിക്കൽ എൻകോഡേഴ്സിനെ നമ്മൾ ഉപയോഗിക്കുന്നു. ഒപ്റ്റിക്കൽ എൻകോഡേഴ്സ് ഓൺലി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അബ്സല്യൂട്ട് എൻകോഡേഴ്സ് ആർ യൂസ്ഡ് വേർ. അബ്സല്യൂട്ട് എൻകോഡേഴ്സ്, സ്ലോ വേരിയിങ് സിഗ്നൽസ്, പൊസിഷൻ ഡാറ്റ ഈസ് ടു ബി റിക്കവേർഡ് ഈവൻ ആഫ്റ്റർ ടെമ്പററി പവർ ഔട്ടേജ്, transient noise can be tolerated as it causes transient disturbance only. Yes, അപ്പോൾ ഇതിൽ അബ്സല്യൂട്ട് എൻകോഡേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മൂന്നും ശരിയാണ്. സ്ലോ വേരിയിങ് സിഗ്നൽസ് ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ് വേർ ദ പൊസിഷൻ ഡാറ്റ ഇസ് ടു ബി റിക്കവേർഡ്. ട്രാൻസിയൻറ്റ് നോയ്സ് ക്യാൻ ബി ടോളറേറ്റഡ് ആസ് ഇറ്റ് കോസസ് ട്രാൻസിയൻറ്റ് ഡിസ്റ്റർബൻസിന് മാത്രമാണ് അത് എന്താ പറയുക വേരിയബിൾ ആയിട്ടുള്ളത്. സോ ഈ മൂന്ന് കാര്യങ്ങളും റൈറ്റ് ആണ് അബ്സല്യൂട്ട് എൻകോഡേഴ്സിനെ സംബന്ധിച്ച് കറക്റ്റാണ്. സോ വി ക്യാൻ ഗോ ഫോർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. അടുത്ത ചോദ്യം. എക്സൈറ്റേഷൻ ആൻഡ് ആംപ്ലിഫിക്കേഷൻ ഈസ് യൂസ്ഡ് ഫോർ. എക്സൈറ്റേഷൻ ആൻഡ് ആംപ്ലിഫിക്കേഷൻ ഈസ് യൂസ്ഡ് ഫോർ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഓൺലി, പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഓൺലി, ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ഓൺലി, ബോത്ത് ബി ആൻഡ് സി. അപ്പോൾ ഇവിടെ ആക്ച്വലി ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു സിസ്റ്റം
ഇത് ആക്ച്വലി ഒരു സിസ്റ്റമാണ്. ഇതിനകത്തേക്ക് ഒരു ഇൻപുട്ട് വന്നു, ഔട്ട്പുട്ട് നമുക്ക് എന്ത് ടേമിൽ കിട്ടി? ഇലക്ട്രിക്കൽ ടേമിൽ കിട്ടി. അപ്പോൾ ഇതാണ് ആക്റ്റീവ്. ഇനി പാസീവ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. സെയിം സിസ്റ്റം, ഇനി ഇൻപുട്ട് വന്നു, അത് ഒരു നോൺ ഇലക്ട്രിക്കൽ ഫോമാറ്റിലേക്ക് ഇതിനെ മാറ്റി. അപ്പോൾ ഇത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ് വിചാരിച്ചോളൂ. റെസിസ്റ്റൻസ് ആണ് എങ്കിൽ നമ്മൾ അഡീഷണലി എന്ത് ചെയ്യുന്നു? ഇതിനകത്തേക്ക് ഒരു വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നു. സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അക്രോസ് ഉള്ള എത്രയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റെസിസ്റ്റൻസ് എത്രയാണ്, ആർ എത്രയാണെന്നുള്ളതിനനുസരിച്ച് നമുക്ക് വി ഔട്ട് കിട്ടും. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എക്സൈറ്റേഷൻ എന്ന് പറയുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സൈറ്റേഷൻ. അപ്പോൾ അത് പാസീവ് ടൈപ്പിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഓൺലി. ഇനി ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ എക്സൈറ്റേഷൻ, ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കാം. കാരണം ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്കുള്ളതുകൊണ്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറിൽ നമുക്ക് ആംപ്ലിഫിക്കേഷൻ്റെ ആവശ്യം വന്നേക്കാം. അപ്പോൾ ഇവിടെ ബി ഈസ് ദ എക്സലൻ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. സി ക്യാൻ ഓൾസോ ബി ആൻ ആൻസർ, അതുകൊണ്ട് ഡി ക്യാൻ ഓൾസോ ബി ആൻ ആൻസർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. പക്ഷേ സിയും ഡിയും തെറ്റാൻ നമുക്ക് പറയാനും പറ്റില്ല, വിച്ച് ഈസ് ഓൾസോ മോർ കറക്റ്റ്. ഓക്കെ, സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A DC amplifier has option A, ECE calibration at low frequencies and has ability to recover from overload conditions. Yes, അത് എന്ത് ആംപ്ലിഫയർ ആണെങ്കിലും it's their immunization from drift and left spurious signals come out as data information. Yes, DC ആയതുകൊണ്ട് നമുക്ക് ഇത് അഡ്വാൻറ്റേജ് ആണ്. LP filter to eliminate HF components, high frequency components. LP എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി ആണ് കേട്ടോ. ലോ പാസ് ഫിൽറ്റർ ടു എലിമിനേറ്റ് ഹൈ ഫ്രീക്വൻസി കമ്പോണൻറ്റ് ആൻഡ് നോയ്സ് ഫ്രം ഡാറ്റ സിഗ്നൽ. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് DC ആംപ്ലിഫയറിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് കൊടുക്കാം. സോ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ. For capacitive transducer, AC signal conditioning are used. The order of frequency should be in range of 5 kHz to 20 kHz, 0.5 MHz, 20 MHz, any of these. അപ്പോൾ ഇതും ആക്ച്വലി ഒരു ഡെഫിനറ്റ് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആൻസർ ആണ്. അപ്പോൾ ഒരു ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാല്യൂ കോട്ട് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 0.5 MHz ആണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റെഫർ ചെയ്യണം. ഓപ്ഷൻ ബി ഈസ് എ റൈറ്റ് ആൻസർ. AC signal conditioning system are used for. AC signal conditioning systems are used for capacitive transducers, inductive transducers, both A and B, piezoelectric transducers. അപ്പം നമുക്ക് ഡി സിയിൽ കപ്പാസിറ്റൻസിൻ്റെയും അതേപോലെ തന്നെ ഇൻഡക്റ്റൻസിൻ്റെയും എഫക്റ്റ് ഡി സിയിൽ നമ്മളെവിടെ ഉപയോഗിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഇൻഡക്റ്റൻസിന് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെങ്കിലും സെൽഫ് ഇൻഡക്ഷൻ ആണെങ്കിലും നടക്കണമെങ്കിൽ ചേഞ്ച് ഇൻ ഫീൽഡ് വേണം അല്ലേ. ചേഞ്ച് ഇൻ ഫീൽഡ് വെച്ചാണ് ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ഫ്ലക്സ് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു എന്താ പറയുക കമ്പൗണ്ടാണ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പോൾ ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ വോൾട്ടേജ് വേണം അല്ലേ. ചേഞ്ച് ഇൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? DC ആണോ അല്ല AC ആണ്. അതേപോലെ തന്നെയാണ് കപ്പാസിറ്റർ. നമ്മൾ പറഞ്ഞു ഡൈനാമിക് കണ്ടീഷനിലാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. DCയിൽ അതിൻ്റെ വാല്യൂ 0 ആണ്. DCനെ അത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യും. പിന്നെയാണ് അത് റെസിസ്റ്ററും കപ്പാസിറ്ററും നമ്മൾ പാരലായിട്ട് വെച്ച് അതിൻ്റെ വാല്യൂ ട്യൂൺ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ എന്താ പറയുക എത്ര ഫ്രീക്വൻസിയുള്ള സിഗ്നൽസിനെ അത് ബൈപ്പാസ് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെടുകയും ആ സിഗ്നൽസ് അതിനെ ഓവർകം ചെയ്ത് പോവുകയും ചെയ്യും. സോ ഡെഫിനറ്റ്ലി DCക്ക് ഇവിടെ ഒരു പ്രാധാന്യം ഇല്ല. അപ്പം കപ്പാസിറ്റീവ് ആണെങ്കിലും ഇൻഡക്റ്റീവ് ആണെങ്കിലും AC സിഗ്നൽ കണ്ടീഷൻ സിസ്റ്റംസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. സോ ബോത്ത് A and B ആർ കറക്റ്റ് ആൻസർ. പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ആക്ച്വലി AC സിഗ്നൽ കണ്ടീഷനിങ് ഉപയോഗിക്കണമെന്ന് ഇല്ല, സോ അത് ആക്റ്റീവാണ്. ഓക്കെ, ഗെയിൻ ഓഫ് ബഫർ ആംപ്ലിഫയർ ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ബഫർ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എപ്പോഴും എന്തായിരിക്കണം? യൂണിറ്റി ആയിരിക്കണം. പിന്നെ എന്തിനാണ് നമ്മൾ ബഫർ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്?
അപ്പോൾ അവിടെ നിങ്ങൾ ലോഡിങ് എഫക്റ്റ് എന്താണെന്നുള്ളത് പഠിക്കണം. ലോഡിങ് എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് എത്രയായിരിക്കണം, അതിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എത്രയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സൈഡിലൊന്ന് അന്വേഷിച്ച് പഠിച്ചു വയ്ക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണത് ക്ലാസ്സിൽ. So move to the next question. The measurement of a quantity on a variable is an act of comparison of unknown quantity of a variable with predefined acceptable standard which is accurately known. Yes, നമ്മൾ എന്താ പറയുക, കാലിബ്രേഷൻ എന്ന് പറയാം. Is an act of comparison of unknown quantity or a variable with another quantity of variable. That is also correct. Is an act of comparison of unknown quantity with a known quantity whose accuracy may be known or may not be known. Yes, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ നോ, ഇത് രണ്ടും കറക്റ്റ് അല്ല അല്ലേ. മേ നോട്ട് ബി നോൺ ആണ് പറഞ്ഞിരിക്കുന്നത്, മേ നോട്ട് ബി, അത് പറ്റില്ല. അപ്പോൾ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ സ്റ്റാൻഡേർഡിൻ്റെ വാല്യൂ കൃത്യമായിരിക്കണം എന്ന് ഉറപ്പുണ്ട്. അപ്പോൾ ദിസ് ഈസ് നോട്ട് കറക്റ്റ്. An act of comparison of unknown quantity or a variable with another quantity of variable. Another quantity ആയ പോരാ, അതൊരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആവണം. ഓക്കെ, അപ്പോൾ ഒരു ക്ലോക്ക് നമ്മൾ ഉണ്ടാക്കി, ആ ക്ലോക്കിന് ഉണ്ടാക്കിയ ശേഷം സമയം ആദ്യമായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് സമയം കാണിക്കുന്ന ഒരു ക്ലോക്ക് നോക്കിയിട്ടല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ക്ലോക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലോക്ക് നോക്കി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഈ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതേപോലെ ഇതിൻ്റെ സമയം എത്രയാണെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ കാലിബ്രേഷന് പോസിബിൾ അല്ല, മെഷർമെൻറ്റ് പോസിബിൾ അല്ല. നൺ ഓഫ് ദി അബോവ് അല്ല, എ ആണ് കറക്റ്റ് ആൻസർ. ഈസ് ആൻ ആക്ട് ഓഫ് കമ്പാരിസൺ ഓഫ് അൺനോൺ ക്വാണ്ടിറ്റി വിത്ത് എ വേരിയബിൾ വിത്ത് എ പ്രീ ഡിഫൈൻഡ് അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് ആക്യുറേറ്റ്ലി നോൺ. യെസ്, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും, വി കോൾ കാലിബ്രേഷൻ. യെസ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നില്ല. മെഷർമെൻറ്റ് ഫൈൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഇൻ ഓട്ടോമാറ്റിക് കൺട്രോൾ, എഞ്ചിനീയറിംഗ്, എക്സ്പെരിമെൻ്റൽ അനാലിസിസ്, മോണിറ്ററിംഗ് ഓഫ് പ്രോസസ് ആൻഡ് ഓപ്പറേഷൻസ്, എല്ലായിടത്തും നമുക്ക് എന്തുണ്ട്, മെഷർമെൻറ്റ് ആവശ്യമാണ്. എന്താണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാത്തൊരു ക്വാണ്ടിറ്റി, ഒരു അൺനോൺ ക്വാണ്ടിറ്റി ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക, ഡിറ്റക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ എന്താ പറയും, മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ബോഡിയിൽ ഇപ്പം റൂമിൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല, നമുക്ക് ഗസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് നമുക്കത് തെർമോമീറ്റർ പറഞ്ഞുതരും. അപ്പോൾ തെർമോമീറ്റർ എന്താണ്, ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റാണ്. തെർമോമീറ്ററിൽ നിന്ന് ആ റീഡിങ് എടുക്കുന്ന പ്രോസസ്സാണ് ആക്ച്വലി മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. So we'll move to the next question. In these days, in measurement system, use of direct methods is limited, but indirect methods are most commonly used. Direct methods are commonly used. Both direct and indirect methods are commonly used. None of the above. Actually ഒരു 1970 വരെ ഇതിന് മുമ്പുള്ള സമയത്തൊക്കെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ്സ് ആയിരുന്നു. ഡയറക്റ്റ് മെത്തേഡ് അത് എല്ലാ കാര്യങ്ങളും വളരെ ഡയറക്റ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ പണ്ടൊക്കെ ക്ലോക്ക് ഇല്ലാത്ത സമയത്തൊക്കെ എങ്ങനെയാണ് സമയം നിശ്ചയിച്ചിരുന്നത്? ഒരു റൂമിൽ ഒരു എന്താ പറയുക, ഈ സൈഡിലൊരു വിൻഡോ ഉണ്ടെങ്കിൽ ഈ വിൻഡോൻ്റെ ഇവിടെ ഒരു വിൻഡോ അല്ല, ഒരു ബ്ലോക്ക് ഹോൾ ഇടും. അപ്പോൾ സൂര്യൻ ഇവിടെ വരികയാണെങ്കിൽ സൂര്യൻ്റെ രശ്മി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു സ്പോട്ട് ഇടും. അപ്പോൾ സ്പോട്ട് ഇവിടെ ആണെങ്കിൽ 10 മണി, ഇങ്ങോട്ട് സൂര്യൻ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ സ്പോട്ട് ഇങ്ങോട്ട് മാറും. അപ്പം 11 മണി 12 മണി. ഇതൊക്കെ ദിവസമുള്ള വെരി ഡയറക്റ്റ് അല്ലേ, ഭയങ്കര ഡയറക്റ്റാണ്, നേരിട്ട് നമ്മൾ മെഷർ ചെയ്യണം. അപ്പോൾ അത് പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് മുമ്പ് നടത്തിയിരുന്ന കാലം. പക്ഷേ ഇതിന് ശേഷം ഒരുപാട് ടെക്നോളജി മുമ്പോട്ട് പോയപ്പം ഒരുപാട് കൺവേർഷൻസ് പോസിബിളാണെന്ന് മനസ്സിലായി. നമുക്ക് ഈ എനർജീനെ എവിടെ നിന്ന് എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് വന്നു. അപ്പം നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള അവസ്ഥയായി. ഇപ്പോൾ എല്ലാം ഇൻഡയറക്റ്റ് ആണല്ലേ, ഒരു സാധനവും നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നില്ല. ഒന്നിലധികം കമ്പോണൻസ് എന്തായാലും ഉണ്ടാവും. ആദ്യത്തെ സ്റ്റേജിൽ അതിനൊന്ന് മാറ്റും, രണ്ടാമത്തേൽ അതിനെ ഒന്നുകൂടി മാറ്റും. അങ്ങനെ മാറ്റിയാണ് നമ്മളത് മെഷർ ചെയ്തെടുക്കുന്നത് അല്ലേ. പ്രഷറും അതേപോലെ തന്നെ
ടെമ്പറേച്ചറൊന്നും ഓഫ് കോഴ്സ് ടെമ്പറേച്ചറൊന്നും നമുക്ക് ഡയറക്റ്റ് അങ്ങനെ എടുക്കാൻ പറ്റുന്നത് വളരെ കുറവാണ്. തെർമോമീറ്ററൊക്കെയാണ് ഡയറക്റ്റ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പം ഇന്നിപ്പം ഡിജിറ്റലി നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഡിജിറ്റൽ മീറ്റേഴ്സ് അവൈലബിൾ അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ് ആക്ച്വലി ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബിക്കോസ് ഇന്നത്തെ കാലത്ത് ആരും ഡയറക്റ്റ് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ യൂസ് ഓഫ് ഡയറക്റ്റ് മെത്തേഡ്സ് ഇസ് ലിമിറ്റഡ് ബട്ട് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ആർ കോമൺലി യൂസ്ഡ്. ഇത് വളരെ സോളിഡ് ആയിട്ടുള്ള ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, a null type of instrument has compared to a deflection type instrument has lower sensitivity, faster response, higher accuracy, all the above. അപ്പോൾ നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഇന്നും അത്ര പഴയ ഒരു കാര്യം നമ്മൾ ഇന്നും ഉപയോഗിക്കുന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഹയർ ആക്യുറസി കാരണം. അപ്പോൾ നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൽ എന്തൊക്കെ തരത്തിലുള്ള എററുകൾ വന്നാലും അത് നള്ളിഫൈ ചെയ്ത് പോകും എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചറിലുള്ള എറർ ആണെങ്കിലും ലീഡ് വയസ്സിൽ എറർ ആണെങ്കിലും മാഗ്നറ്റിക് പുറത്തുനിന്നുള്ള സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് കാരണം ഉണ്ടാകുന്ന എറർ ആണെങ്കിലും എന്താണെങ്കിലും അത് നള്ളിഫൈ ചെയ്ത് പോകും, അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് ഹൈ ആക്യുറസി ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകൾ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനെ അപേക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് ലോവർ സെൻസിറ്റിവിറ്റി ഫാസ്റ്റ് റെസ്പോൺസ് ഒക്കെ പ്യുവർലി അതിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നൾ ടൈപ്പിനേക്കാളും സെൻസിറ്റിവിറ്റി കൂടിയ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയേക്കാം. പക്ഷേ ഒരിക്കലും ആക്യുറസി നമുക്ക് അത്രയും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ സി ഈസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റിനോടുകൂടി ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 291 തൊട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.